ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ നാട്ടിൽ, അതായത് കോട്ടക്കലിൽ ഈയിടെ പുതുതായിട്ട് ഓപ്പൺ ആയ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാർ 6 എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഷോറൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഡൽ കൂടിയ വാഹനം വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വിശ്വസ്തയോടുകൂടി വാങ്ങാൻ പറ്റിയ ഒരു ഷോറൂം കൂടിയാണിത്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിലവിൽ സ്റ്റോക്കുള്ള വാഹനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ അതിൽ നിന്ന് ചോദിച്ചറിയാം. നമ്മുടെ ഷോറൂമിൻ്റെ ഓണറായ ഫായ്സ് നമ്മുടെ കൂടെയുണ്ട്. ഫായ്സിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഫായ്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ? എല്ലാ കാറ്റഗറിപ്പെട്ട വണ്ടികളും. ചെറിയ വണ്ടിയാണെങ്കിൽ ചെറുവണ്ടി ഉണ്ട്, വലിയ വണ്ടികൾ എല്ലാ വണ്ടികളുണ്ട്. നമുക്ക് വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഒരു ഷിഫ്റ്റ് ആണല്ലേ? ഷിഫ്റ്റ് 2013 രജിസ്റ്റർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? 2013 ഓക്കെ. ആകെ വണ്ടി ഓടിയിട്ടുള്ളത് 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 90 ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. മറ്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. ഓക്കെ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് നമുക്ക് 4,30 കൊടുക്കാം. 4,30 അല്ലേ? 4,30,000 ആസ്കിംഗ് പ്രൈസ്. നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിലവിൽ വളരെ കുറഞ്ഞ റേറ്റിലാണ് ഈ ഷോറൂമിൽ വണ്ടികളൊക്കെ ചെയ്യുന്നുള്ളത്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ മോഡൽ കൂടിയ വണ്ടികളാണ്. ക്വാളിറ്റി വണ്ടികൾ മാത്രം നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ക്വാളിറ്റിയിലെ വണ്ടികൾ നോക്കി സെലക്ട് ചെയ്തിട്ട് നല്ല വണ്ടികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളോട് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാങ്ങുന്ന ആളുകൾക്ക് വേറെ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നേരെ വാങ്ങുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് എർട്ടിഗയാണ്. എർട്ടിഗ മോഡൽ വരുന്നത്? ഇതിൽ എർട്ടിഗ 2013 മോഡലാണ് വണ്ടി വരുന്നത്. 2013. ഓക്കെ. വണ്ടിയുടെ മറ്റുള്ള ഡീറ്റെയിൽസ്? മറ്റു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 1,13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് വണ്ടി എടുത്തിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നമുക്ക് 4,35 കൊടുക്കാം. 4,35 നമുക്ക് എന്ത് മാറ്റം വരുത്തിയാണ് കൊടുക്കാം. ആസ്കിംഗ് പ്രൈസ്. പിന്നെ നിങ്ങൾ നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. നമുക്ക് എന്നാൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോ? ഇത് വരുന്ന 2013 വേർനാണ് വരുന്നത്. 2013 ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടെയാണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷനാണ് വരുന്നത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടാവും ഈ വണ്ടി? ഈ വണ്ടി 1,03,000 കിലോമീറ്റർ വണ്ടി കറക്റ്റ് 1.3 ഓട്ടം വന്നിട്ടുള്ളൂ. അപ്പോൾ വെർണന്റെ ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് വെർണ ചോദിക്കുന്ന 3,70,000 രൂപ നമ്മൾ ചോദിക്കും. 3,75 3,70,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വെർണ സ്വന്തമാക്കാം. ഇതിനൊക്കെ നമുക്ക് ലോൺ ചെയ്തൂടെ? അത് ലോൺ ചെയ്യാം. ഫിനാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാങ്ക് വേണ്ടവർക്ക് ബാങ്ക് ചെയ്യാം. ബാങ്കിലെ സജ്ജീകരണം നമ്മൾ എടുത്തിട്ടുണ്ട്. സിവിലിന് വിഷയമുള്ളവർക്ക് ബാങ്കിൽ ലോൺ കിട്ടൂല. നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിക്കും ലോൺ ചെയ്യുന്നുണ്ട്. ലോൺ ചെയ്യുന്നുണ്ട്. നമ്മളെ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇത് ഡൗൺ ഒരു 10,60,000 രൂപ വണ്ടി ഇറക്കാം. വെറും 60,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു സഡാൻ ടൈപ്പ് വണ്ടി, നല്ലൊരു ഫാമിലി വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി കണ്ട് പിന്നെ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വണ്ടിയുണ്ട്. ഫാൻസി നമ്പർ ആണല്ലോ? ഫാൻസി നമ്പർ ഫാൻസി നമ്പർ. ഓക്കെ. ഫാൻസി നമ്പർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കിയാലോ? അടുത്ത വണ്ടി വെക്കാം. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ഒരു നിസാന്റെ മൈക്രോ ആണ്. മൈക്രോ എങ്ങനെ? മൈക്രോ 2015 മോഡലാണ്. കർണാടക റീവണ്ടിയാണ്. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ മൈക്രോക്ക് ചോദിക്കുന്ന റേറ്റ് എത്ര വരുന്നത്? മൈക്രോക്ക് ചോദിക്കുന്നത് 2,55,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 2.55 അല്ലേ? നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടിന്റെ പക്ക നീറ്റ് ആണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് വണ്ടി ഓട്ടം 1,70,000 മീറ്ററിലുള്ളത്. 1.75 കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടി നല്ല ചെറിയ വണ്ടിയിൽ നല്ലൊരു പവറും മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. ഡീസലാണ് വണ്ടി വരുന്നത്. ഏകദേശം ഒരു എത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ? ഒരു 20 കിലോമീറ്ററിന്റെ ലെവലിലൊക്കെ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ലൊരു ചെറിയ വണ്ടിയാണ് മൈക്രാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ടാറ്റന്റെ അൾട്രോസ് ആണ്. നല്ലൊരു സ്പോർട്ടി ലുക്കിലുള്ള വണ്ടി. അൾട്രോസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? അൾട്രോസ് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ആകെ 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം വളരെ കുറവാണ്. അത് നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് കയറ്റി കൊടുത്ത വണ്ടി. ഫുൾ ലോൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. 100% ലോൺ കൊടുക്കാം. നല്ല ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. 100% ലോണിൽ ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ടാ അൾട്രോസിലെ. എങ്ങനെ റേറ്റ് ചോദിക്കുന്നത്? 5.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്തിയാണ് കൊടുക്കാൻ വേണ്ടി. ഒരു 5 ലക്ഷം രൂപ. അൾട്രോസ് നല്ലൊരു സ്പോർട്സ് ലുക്ക് ഒക്കെ നല്ലൊരു വണ്ടിയാണ് അൾട്രോസ്. 2021 വണ്ടിയും കൂടെയാണ്. 2021 മോഡൽ വരുന്നത്. അത്യാവശ്യം നല്ല മോഡലുള്ള പെട്രോൾ വണ്ടി ആണെങ്കിൽ ഫുൾ ലോണിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടാകും. ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഹോണ്ട സിറ്റി 2014 മോഡൽ SP വണ്ടിയാണ്. 2014 മോഡലാണ്. 14 SP ആണ്. റീവണ്ടിയാണ്. ഓക്കെ.
പിന്നെ പക്ക ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് പൊതുവേ മെയിൻ ക്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ക നീറ്റ് വണ്ടി. പേപ്പേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ നമ്പറായ വണ്ടികളാണ്. ഒക്കെ നമ്പറായ വണ്ടികൾ, ഫുൾ ക്വാളിറ്റി വണ്ടികളാണ്. ഇത് നമുക്ക് ലോൺ ചെയ്യാമല്ലോ. ഇത് നമുക്ക് ലോൺ ചെയ്യാം. ഇത് നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ വാങ്ങി കൊടുക്കാം. വണ്ടിക്ക് നമുക്ക് 4.75 വണ്ടി ചോദിക്കുന്നുണ്ട്. 4.25 രൂപ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഉണ്ട്. അതിൽ 4 രൂപ ലോൺ ചെയ്യാം. വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ഒരു ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റിലെ ഏറ്റവും പുതിയ മോഡൽ അല്ലേ? പുതിയ മോഡൽ. എത്ര മോഡൽ വരുന്നത്? 2020 വണ്ടി. 2020 മോഡൽ വണ്ടി. ഇത് ഓടി ഉണ്ടാവും. ഇത് വണ്ടി ആകെ ഓട്ടം 62,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്. 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. ഇത് ഷിഫ്റ്റ് ചോദിക്കണം 6,10,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. 6.10 മാത്രമേ ചോദിക്കുന്ന റേറ്റ് വരുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് വണ്ടി കൊടുക്കാം. ഡിസ്കൗണ്ട് ചെയ്ത് വണ്ടി കൊടുക്കാം. വണ്ടി പക്കയാണല്ലേ? പക്ക നീറ്റ്. സ്ക്രാച്ച് പോലും ഇല്ല. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ അലേവിലും കാര്യങ്ങളൊക്കെ ഉള്ള അലേവിലൊക്കെ ചെയ്തിട്ടുള്ള ഒക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ വണ്ടിയാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 ആണ്. ആൾട്ടോ 800 ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2013 വണ്ടിയാണ്. 2013 വണ്ടിയാണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. വണ്ടി ആകെ ഓടിയിട്ടുള്ളത് 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 2013 ഓട്ടം വളരെ കുറവാണ്. എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.90 ചോദിക്കണം. എന്തെങ്കിലും മാറ്റി വരുത്തിയാണ് വണ്ടി കൊടുക്കും. 1.90 ആണ് ആൾട്ടോ 800 റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി കാണാൻ ഒരു ഇന്നോവയാണ്. 2012 ഒറിജിനൽ കേരള ഇന്നോവയാണിത്. 2012 ആകെ വണ്ടി ഓടിയിട്ടുള്ളത് 1,25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വി ഓപ്ഷനാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വണ്ടി. നമുക്ക് ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് വണ്ടി കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. 8.50 ഈ ഒരു വണ്ടി നമുക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് കാണാൻ പോകുന്നത് വേറൊരു ഇർട്ടിക കൂടിയാണ്. നമ്മൾ നേരത്തെ ഒരു ഇർട്ടിക കണ്ടു. അപ്പോൾ ഈ ഒരു ഇർട്ടികയുടെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2016 മോഡൽ ഹൈബ്രിഡ് VDI ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളത്. 1,12,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണ്. 1.12 ഓട്ടം വരുന്നുണ്ട്. ഷോറൂം സർവീസ്, മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. അപ്പോൾ എത്ര എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,60,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. മാറ്റി വരാൻ 6,60,000 ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. 1 ലക്ഷം രൂപ ബാക്കി നമുക്ക് ലോൺ ഇട്ടിട്ട് വണ്ടി ഇറക്കാം. ഒരു 1 ലക്ഷം രൂപ നമുക്ക് ഇറക്കി കൊണ്ടാവും. ബാക്കി ലോൺ ചെയ്യാം. അടുത്ത വണ്ടി ഇറ്റിയോസ് ലിവന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ലിവ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. VD ഓപ്ഷനിലാണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സിൽവർ കളർ അല്ലേ? സിൽവർ ഫിനിഷിംഗ്. ആകെ ഓടിയിട്ടുള്ളത് ഡീസൽ വണ്ടിയാണ്. ആകെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല. ഓട്ടം വളരെ കുറവാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. വണ്ടി എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6.90 നമുക്ക് കിട്ടി നമുക്ക് കൊടുക്കാം. 6.90. സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഇത് 2018 ഷിഫ്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക്. 2018 മോഡൽ. ആകെ 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 5 റുപ്യക്ക് കൊടുക്കാം. 5 റുപ്യ അല്ലേ? 5 റുപ്യാണ് ഈ ഷിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് വരുന്നത്. 5.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കും. ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ലോൺ കയറുമല്ലേ? അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ മോഡലുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഏകദേശം ഫുൾ ഓണിന്റെ ലെവലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. ഇറ്റിയോസ് ലിവ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു ഡ്യുവൽ ട്യൂൺ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ വരുന്നുണ്ടല്ലേ? 15 റീവണ്ടിയാണ്. അലേവിലെ കാര്യങ്ങളൊക്കെ പ്ലാറ്റിനം മോഡലിക്ക് വണ്ടി മാറിയിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ഓടിയിട്ടുണ്ട്. ഇത് വണ്ടി ഓടിക്കുന്നുണ്ട് 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്. 140 ഓടിക്കുന്നുണ്ട്. ഇത് ഡീസൽ വണ്ടി. മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 4.60 കൊടുക്കാം. 4,60,000. 4.60 നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് മാറ്റി വരുത്തിട്ട് കൊടുക്കാം. ചെറിയൊരു വൃത്തിയും പിന്നെ നമുക്ക് അനുസരിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഒന്ന് ഫിനിഷിംഗ് ചെയ്യാൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നീറ്റാണ്. ബാക്കി നീറ്റാണ്. ഇഞ്ചപരമായിട്ട് വണ്ടി ഫുൾ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ അടുത്ത് കാണാൻ പോകുന്ന വണ്ടി ഒരു ഷിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയറിന്റെ മോഡൽ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 ഷിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ. 2015 സിംഗിൾ ഓണർഷിപ്പിലാണ്. പിന്നെ 98,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കറക്റ്റ് ഷോറൂം സർവീസ് വണ്ടിയാണ്. പക്ക സർവീസ് ഹിസ്റ്ററി വരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഡീസൽ VDI വണ്ടി. ഫുൾ ഓപ്ഷൻ. വണ്ടിന്റെ ചോദിക്കുന്നത് മിഡിലാണ്. പിന്നെ വണ്ടിക്ക് ചോദിക്കുന്നത് 4,70,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. 4,75 ഒരു ഡീസൽ ഷിഫ്റ്റ് ഡിസയർ നമുക്ക് ഇറക്കി കൊണ്ടുപോകുന്നതാണ്. അത്യാവശ്യം ലോൺ കയറില്ല? അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ കയറും. ഒന്ന് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് വണ്ടി കൊടുക്കാം. വണ്ടി നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി കാണാനുള്ളത് ഒരു ഷിഫ്റ്റ് തന്നെയാണ്. അത് ഷിഫ്റ്റ്
2015 ZD വണ്ടി, ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പുഷ്പട്ടം വരുന്നുണ്ട്. പുഷ്പട്ടം വരുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടി ഉണ്ടാവും ഇത്? വണ്ടി ആകെ ഓടിക്കുന്നുണ്ട് 92,000 കിലോമീറ്റർ. 92,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്. ZD ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടി, പക്ക നീറ്റ് വണ്ടി അല്ലേ? നല്ല ഫിനിഷിംഗ് ഉണ്ട്. ബലേനയുടെ ഒരു റെഡ് ഫിനിഷിംഗ് ഉള്ള നല്ല ഹലോവിയിലൊക്കെ ചെയ്ത് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു വണ്ടി തോന്നില്ലേ? കാണാൻ നല്ല ലുക്കിലൊരു റെഡ് ഫിനിഷിംഗിലൊരു വണ്ടി. ബലേന ഡീറ്റെയിൽസ് വരുന്നത്? ബലേന 2018 ആൽഫ പെട്രോളാണ് വണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ എക്സ്ട്രാ അലേവിലും കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട്. വീൽ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലോ പ്രൊഫൈൽ ടയറും കാര്യങ്ങളൊക്കെ നല്ല കട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 85 ഓടിയിട്ടുള്ളത്. ഓട്ടം വളരെ കുറവുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി എങ്ങനെ ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,22,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ഓഫർ പ്രൈസ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് വണ്ടി കൊടുക്കാം. 6,22 നമ്മൾ ഓഫർ പ്രൈസ് ആണ്. ഓക്കെ, അതിലെന്തെങ്കിലും കുറച്ച് മാറ്റിട്ടാണ് വണ്ടി കൊടുക്കാം. ഓക്കെ, ലോണും ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം ഒരു 10-30 രൂപ നമുക്ക് ബാക്കി ഫുള്ള് ലോൺ ചെയ്യാം. വെറും 30,000 രൂപയ്ക്ക് വണ്ടി ഇറക്കിക്കൊണ്ടാവും. വെറും 30,000 രൂപയ്ക്ക് ഒരു ബലേന നമുക്ക് ഇറക്കിക്കൊണ്ടാവുന്നതാണ്. ബാക്കി ഫുള്ള് ലോൺ ചെയ്യുന്നത്. ബാക്കി ഫുള്ള് നമുക്ക് ലോൺ ചെയ്യാം. നല്ല സ്കോറിൽ ആളാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഒരു എക്സ്പ്രസോ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പ്രസോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? എക്സ്പ്രസോ 2020 വണ്ടിയാണിത്. 2020 VXI മാനുവൽ വണ്ടിയാണ്. റെഡ് കളറിൽ വരുന്ന വണ്ടി. ഓക്കെ, വണ്ടി ഓട്ടം എങ്ങനെ വരുന്നത്? ഇത് ഓട്ടം 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ? 22,000 കിലോമീറ്റർ ഒരു എക്സ്പ്രസോ ആണ്. മാരുതിയുടെ നല്ല മൈലേജ് ഉള്ള അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു വണ്ടി. ഓക്കെ, എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 4 ലക്ഷം റുപ്യ കൊടുക്കാം. ഒരു 4 ലക്ഷം ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോൺ നല്ല സ്കോറിലൊക്കെ ഫുൾ ലോണിൽ വണ്ടി ഇറക്കാം. ആണല്ലേ? 100% ലോണിലാണ് ഈ ഒരു വണ്ടി നമുക്ക് ഇവിടുന്ന് ഇറക്കിക്കൊണ്ടത്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത്യോസ് 2016 മോഡല്. 2016 മോഡൽ. ഓക്കെ, 3 ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടി. 3rd ഓണർഷിപ്പിലാണ്. ഓക്കെ, പിന്നെ റീവണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് ഹിസ്റ്ററിക്കൽ വണ്ടിയാണ്. ഫുൾ ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് ആണ്. നീ വർക്കൊന്നും എടുക്കാറില്ല? വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നേരെ വാങ്ങിച്ച് ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാൽ മതി. ഓക്കെ, ഇതെങ്ങനെ ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,75 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 4,75 അല്ലേ? 4.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഇത്യാസ് ലീവ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 ചെറിയ വണ്ടികൾ എടുക്കുന്നുണ്ട്. ഒന്ന് മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800ഉം പിന്നെ ഒരു ഹ്യുണ്ടായിൻ്റെ ഗ്രാൻഡ് ഐട്ടൺ ഒരു റെഡ് കളറും. അപ്പോൾ നമുക്ക് ആദ്യം ആൾട്ടോയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് അൾട്രോണൂർ 2018 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2018 മോഡലല്ലേ? മോഡലുണ്ട്. ഓക്കെ, 60,000 കിലോമീറ്റർ വണ്ടി ഓടി. 60 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കുന്ന റേറ്റ് വരുന്നത്? 2,75 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തിയാണ് കൊടുക്കാം. 2,500 വരുന്നുള്ളൂ. മറ്റുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. നമ്മൾ റീപ്ലേസ് വണ്ടി എടുക്കുന്നില്ല. ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ക്വാളിറ്റി വണ്ടി മാത്രമേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് വിശ്വസിച്ച് വണ്ടികൾ ഇറക്കിക്കൊണ്ടാവുന്നു. ഗ്രാൻഡ് ആയിട്ടല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2013 ഗ്രാൻഡിന്റെ ഡീസലാണ്. ഡീസൽ മാനുവൽ വണ്ടി വരുന്നത്. ഓക്കെ. റെഡ് ഫിനിഷിംഗ് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഉള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക വർക്കിംഗ് ആണ് വണ്ടി. എത്ര ഓടി ഉണ്ടാവും? ഇത് ഓട്ടം ഒരു 90ന്റെ ലെവലിലൊക്കെ ഓട്ടം ഉള്ളൂ. 90 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണല്ലോ. ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മുടെ അടുത്ത് കൂടുതലല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇത് ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,65,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. 2,65 നമുക്ക് മാറ്റം വരുത്തിയാണ് കൊടുക്കുക. ഇതിൽ ലോൺ കയറില്ല? ലോൺ വരും. ഓക്കെ, ഏകദേശം ഒരു 2 രൂപ ലെവലൊക്കെ ലോൺ വരും. അപ്പോൾ ചെറിയ പൈസ വണ്ടി ഇറക്കാം. നമുക്ക് അടുത്ത കാണാൻ പോകുന്ന വണ്ടി ഏതാണ്? അൾട്ടീസും ഹോണ്ട സിറ്റിയും ഒരു അൾട്ടീസ് വരുന്നില്ല. അൾട്ടീസ് 2012 പെട്രോള്. 2012 ഒറിജിനൽ കേരള വണ്ടി. പെട്രോൾ വരുന്നില്ല. എത്ര ഓടി ഉണ്ടാവും? ഇതൊരു 75 ലെവല്. 75 കിലോമീറ്റർ ഓടില്ലോ. ഓട്ടം വളരെ കുറവാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള വർക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് വണ്ടി വരുന്നത്. ടോപ്പിന്റെ വരുന്നില്ല, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ അൾട്ടീസിന് എത്ര ചോദിക്കുന്നത്? അൾട്ടീസ് 2,85,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 2,85 നമ്മൾ ചോദിക്കുന്നത്. വളരെ റേറ്റ് കുറവാണ്. ഒരു മോഡലൊന്നും കാര്യങ്ങൾ വെച്ച് റേറ്റ് കുറവാണ്. ടോപ്പിന്റെ മോഡലും വണ്ടി ഇതല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ഒരു ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി ഡീറ്റെയിൽസ് വരുന്നത്? ഹോണ്ട സിറ്റി 2014 മോഡല്. ഒറിജിനൽ കേരള വണ്ടിയാണ്. പക്ക കേരള വണ്ടി. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് വണ്ടിയാണ്. പിന്നെ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2018 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഓട്ടോ വരുന്നത്?
ഇത് ഓട്ടോ വരുന്നത് 1.35. 1.35 ഓടി 1.35 വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസലാട്ടോ. ഡീസൽ വരുന്നില്ല. അപ്പോൾ വണ്ടിയുടെ ചോദിക്കുന്ന റേറ്റ് എങ്ങനെയായിരുന്നു? ചോദിക്കുന്ന റേറ്റ് നമ്മൾ 5.60 നമുക്ക് വണ്ടി കൊടുക്കാം. 5.60 വെറും 5.60 നമുക്കൊരു ഹോണ്ട സിറ്റി ഇവിടുന്ന് 5 ലക്ഷത്തി റീവണ്ടിന്റെ റേറ്റിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. പക്ക കേരള വണ്ടി റീവണ്ടിന്റെ റേറ്റ് കൊണ്ടാല്ലേ? അപ്പോൾ ഇത് അത്യാവശ്യം ലോണൊക്കെ വരില്ല? അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ വരും. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒക്കെ നീറ്റായിട്ട് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റും. നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കിയാലോ? അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി മാരുതി സുസുക്കിയുടെ ഷിഫ്റ്റ്, ഒരു റെഡ് ഫിനിഷ്. 2018 ഡീസൽ ഓട്ടോമാറ്റിക്. 2018 മോഡൽ വരുന്നത്. അത്യാവശ്യം നല്ല മോഡൽ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആ ഓക്കെ ഓക്കെ. ഡ്രൈവർ പീസാണ്. വണ്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. തന്നെ അല്ലേ? ആ ഓക്കെ. വണ്ടി എത്ര ഓടി ഉണ്ടാവും? ഈ വണ്ടി ഓടിക്കൊണ്ട് 98,000 കിലോമീറ്റർ. വെറും 98. ഇങ്ങനെ ചോദിക്കുന്ന റേറ്റ് വരുന്നത്? ഇത് ചോദിക്കുന്നുണ്ട് 6,35,000 രൂപ ചോദിക്കുന്നുണ്ട്. 6.35 ആസ്കിംഗ് പ്രൈസ് വരുന്നുണ്ട്. അതിന്റെ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം. വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. പക്ക നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വണ്ടി നമ്മൾ 2014 ഹോണ്ട സിറ്റി. 2014 ഹോണ്ട സിറ്റി അല്ലേ? അപ്പോൾ ഹോണ്ട സിറ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഹോണ്ട 2014 ഹോണ്ട സിറ്റി SP ആണിത്. റീവണ്ടിയാണ്. റീവണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇത് ഓട്ടോ 1,13,000 കിലോമീറ്റർ. 1.13 ഓട്ടം വരുന്നുണ്ട്. 13 ഓട്ടം വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. നമുക്ക് 4.35 ഇട്ട് കൊടുക്കാം വണ്ടി. 4.35 ഇതിൽ 4 രൂപ ലോൺ ഉണ്ട്. 4 രൂപ ലോണും ചെയ്യാം. 35,000 രൂപ ഇറക്കാറുണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവും. 35,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഹോണ്ട സിറ്റി ഇറക്കി ഉണ്ടാവാം. ഓക്കെ, നല്ല മൈലേജ് കേട്ടോ. ഹോണ്ട സിറ്റി ഡീസൽ ഹോണ്ട സിറ്റി ഒക്കെ ഒരു 25 കിലോമീറ്റർ ലെവലിലേക്ക് മൈലേജ് വണ്ടിയല്ലേ? ഓ, അത്യാവശ്യം നല്ല മൈലേജ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാൻ പോകുന്ന വണ്ടി ഇത്യോസ് ലീവരാ. ഇത്യോസ്. ഓക്കെ, ഇത്യോസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത്യോസ് 2018 VXD വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. 2018 പക്ക കേരള വണ്ടി. ഓക്കെ, എത്ര ഓടി ഉണ്ടാവും ഏകദേശം? ഇത് വണ്ടി ഓട്ടം 1.5 ഓട്ടമുള്ളൂ. 1.5 ഓട്ടം വരുന്നുണ്ട്. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ ഓപ്ഷൻ വരുന്നത്? ഇത് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലെ ഡീസൽ വണ്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 6.90 കൊടുക്കാം. 6,90,000. 90,000 രൂപ കൊടുക്കാണ്. ബാക്കി നമുക്ക് കട വിട്ടു കൊടുക്കാം. ബാക്കി ഫുള്ള് ലോൺ കയറ്റാം അല്ലേ? വെറും 90,000 രൂപയ്ക്ക് നമുക്ക് ഒരു ടൊയോട്ട ഇത്യോസ് ഇറക്കി കൊണ്ടാവും. നല്ലൊരു ഓപ്ഷൻ ആണല്ലോ അല്ലേ? VXD വണ്ടിയാണ്. ഓക്കെ, ഇനി ഇതിന് അൾട്ടീസ്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2014 ഒറിജിനൽ കേരള വണ്ടി. GL ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. പെട്രോൾ എന്ന ഡീസലാണ്? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് എങ്ങനെ? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഏകദേശം എത്ര ഓടിയെന്ന് പറഞ്ഞു? ഇത് 1,35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല. 1.35 വണ്ടിൻ്റെ ഓട്ടം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങ് ചോദിക്കുന്ന റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് ചോദിക്കേണ്ട 8.60 നമുക്ക് വണ്ടി കൊടുക്കാം. 8,60,000 രൂപ ഒറിജിനൽ കേരള വണ്ടി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ഏകദേശം ലോൺ കയറുമല്ലേ? ഇത് ലോൺ കയറും. ഓക്കെ, ഇത് 1.5 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി ഉണ്ടാവും. ബാക്കി ലോൺ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് വലിയ വണ്ടികളാണ്. ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ ഇന്നോവ ക്രിസ്റ്റ, അങ്ങനെ വലിയ വണ്ടികളാണ് കുറച്ച് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. ആദ്യം ടൊയോട്ട ഫോർച്യൂണർ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2012 മാനുവൽ 4x4 ആണ് വണ്ടി വരുന്നത്. 4x4 വണ്ടി വരുന്നത്. റീവണ്ടിയാണ്. 1.35 വണ്ടി ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കേരള വണ്ടി നമ്മുടെ നമ്പർ ആയിട്ടുണ്ട്. തിരൂർക്ക് നമ്പർ ആയിട്ടുണ്ട് വണ്ടി. ഓക്കെ. അപ്പോൾ 10 രൂപ 10,80,000 രൂപ നമ്മൾ ഫോർച്യൂണർ സ്വന്തമാക്കാവുന്നതാണ്. ഇതിൽ ലോൺ കയറില്ല? ലോൺ കാര്യങ്ങളൊക്കെ കയറും. ഓക്കെ, ഒരു 9 രൂപ അല്ലാതെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 9 രൂപയ്ക്ക് ലോൺ കയറാം. ഒരു 19,000 രൂപ മുടക്കിയാൽ നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. ഇനി നമുക്ക് കാണാനുള്ളത് ക്രിസ്റ്റ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് കാണാനുള്ളത് ഒരു ഇന്നോവ ക്രിസ്റ്റ, ഒരു ഗ്രേപ്പ് കളർ അല്ലേ? റയർ ആയിട്ടുള്ള കളറാണ്. ക്രിസ്റ്റയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2017 ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് NOC-ലാണ്. ഓക്കെ, നമുക്ക് നമ്പർ ആയിക്കാണ്ട് 16 രൂപ കൊടുക്കാം. 16 രൂപയ്ക്ക് Z ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കിക്കാണ്ട് NOC നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഓട്ടം വരുന്നത്? ഇത് ഓട്ടം വരുന്നത് 1.70. 1,70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മറ്റുള്ള കംപ്ലൈന്റുകളായിട്ടൊന്നുമില്ലല്ലോ? കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസ് ഇപ്പോൾ കഴിഞ്ഞ വണ്ടി കൊടുക്കുന്നതാണ്. പക്ക നീറ്റ് വണ്ടിയാണ്. അമ്മാനായിട്ടിൽ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി വന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഇന്നോവ കൂടി ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത്? ഇത് വരുന്നത് ഒരു വൈറ്റ് ഇന്നോവ ക്രിസ്റ്റയാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2017 ക്രിസ്റ്റ ക്യൂറി സ്പോർട്ട് വണ്ടിയാണ്. 2017 ക്യൂറി സ്പോർട്ട്. ഇപ്പോൾ ഇങ്ങനെ വണ്ടിൻ്റെ ഓട്ടം വരുന്നത്? ഈ വണ്ടിൻ്റെ ഓട്ടം വരുന്നത്
പിന്നെ 90,000 കിലോമീറ്റർ വണ്ടി 90 കിലോമീറ്റർ ഓടിയുള്ളൂ. ഒന്നിന് താഴെ ഓട്ടം വരുന്നുള്ളൂ. പക്ക നീറ്റ് വണ്ടിയാണ്. പക്ക നീറ്റ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ്, നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ. വൈറ്റ് കളർ. വൈറ്റ് കളർ. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്ന റേറ്റ് വരുന്നത്? ഇത് 18,000 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തിലൊക്കെ മാറ്റം പറ്റി നമുക്ക് വണ്ടി കൊടുക്കാം. 18,50,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടാവുന്നുണ്ട്. ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ലോൺ അത്യാവശ്യം കയറുന്ന വണ്ടിയാണല്ലേ? ഓക്കെ, ഒരു 13 ലക്ഷം രൂപയിലെല്ലാം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 5 ലക്ഷം 5 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടാവുന്നതാണ്. പിന്നെ അടുത്ത് കാണാനുള്ളത് റേഞ്ച് റോവർ അല്ലേ? റോവറാണ്. നമ്മൾ കുറേ ചെറിയ വണ്ടിയും വലിയ വണ്ടിയും കണ്ട്. ഇനി ഇവിടെ ഡൽഹിയിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി വണ്ടിയാണ് കാണാൻ പോകുന്നത്. റേഞ്ച് റോവർ അല്ലേ? റേഞ്ച് റോവറിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2014 മോഡൽ വരുന്നത്. ഒറിജിനൽ കേരള വണ്ടി 14. ഇത് ഓട്ടം വരുന്നത് 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വണ്ടി പക്ക നീറ്റ് വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ 18 ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട്. 18 ലക്ഷം ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയാണ്ട് ഡ്യുവൽ ട്യൂൺ ഫിനിഷിംഗ്. ഡ്യുവൽ ട്യൂൺ ഫിനിഷ് ആയിരുന്നു. റെഡ് ആൻഡ് വൈറ്റ് കളറാണ്. ഓരോ മിക്സ് സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കിയൻ്റെ വണ്ടിയാണ്. ഏതാ വണ്ടി? ഇത് കിയ സെൽറ്റോസ് 2020 നമ്മളെ വണ്ടിയുടെ മോഡൽ വരുന്നത്. 2020 മോഡൽ. 20 മോഡൽ. എത്ര ഓടി ഉണ്ടാവും? 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടം വളരെ കുറവുള്ള വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. GT ലൈൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുണ്ട്. ഓക്കെ, വണ്ടി എങ്ങനെ ചോദിക്കുന്നത്? വണ്ടി ചോദിക്കുന്നത് 15,90 ചോദിക്കുന്നത്. 15,90 അല്ലേ? എന്തെങ്കിലും മാറ്റം വരുത്താൻ വണ്ടി കൊടുക്കാം. എന്നാലും അത്യാവശ്യം ഒരു മാന്യമായ റേറ്റ് ആണ്. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഈ വണ്ടിമേലൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു 90% ലോൺ. 90% ലോൺ വരുന്ന വണ്ടികളുണ്ട്. ചെറിയൊരു എമൗണ്ട് ഇറക്കി നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു ജീപ്പ് കോമ്പസ് ആണ്. കോമ്പസ് ഡീറ്റെയിൽസ്? കോമ്പസ് 2018 പെട്രോൾ ആണ് വണ്ടി വരുന്നത്. 2018 മോഡലാണല്ലേ? അത്യാവശ്യം മോഡൽ ഉണ്ടല്ലോ വണ്ടിയില്ല? അത്യാവശ്യം മോഡൽ വണ്ടിയാണ്. പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നല്ലൊരു വൈറ്റ് ഫിനിഷിംഗ് ഇല്ല, ഒരു നീറ്റ് വണ്ടിയാണ്. വണ്ടി എത്ര ഓടി ഉണ്ടാവും? വണ്ടി ഓട്ടം 75,000 കിലോമീറ്റർ വണ്ടി ഓടി. 75 ഓടിയിട്ടുള്ളൂ. ഓട്ടം വളരെ കുറവാണ്. ഓട്ടം വളരെ കുറവാണ്. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓട്ടം കുറവാണ്. നമുക്ക് ഒരു 10 രൂപ ചോദിക്കണം. എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് വണ്ടി കൊടുക്കാം. വെറും 10 രൂപ ചോദിക്കുന്നുള്ളൂ. വെറും 10 ലക്ഷം നമ്മൾ ചോദിക്കുന്നുള്ളൂ. റേറ്റ് വളരെ റേറ്റ് പൊട്ടിച്ചാണ് ഈ ഒരു വലിയ വണ്ടിക്കൊക്കെ റേറ്റ് ചോദിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹോണ്ടൻ്റെ വണ്ടിയാണ്. ഹോണ്ടൻ്റെ ഏതാ മോഡൽ വരുന്നത്? ഇത് ഹോണ്ട അമേസ്. ഹോണ്ട അമേസ് അല്ലേ? 2019 മോഡൽ. മിലിറ്ററി ഗ്രീൻ ഫിനിഷിംഗ് അല്ലേ? 2019 മോഡൽ വരുന്നത്. 19 മോഡൽ. അത്യാവശ്യം നല്ല മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ. വണ്ടി എത്ര ഓടി ഉണ്ടാവും? ഇത് വണ്ടി ആകെ ഓട്ടം 75,000 കിലോമീറ്റർ വണ്ടി ഓടിക്കിട്ട്. 75 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. പക്ക നീറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും വരില്ല. വണ്ടി യൂസ് ചെയ്താൽ മതി. ഷോറൂം സർവീസ് കഴിഞ്ഞിറങ്ങിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയും കൂടെയാണ് വണ്ടിയിൽ. ഹോണ്ട പോലെ ഒരു 25 അത്ര മൈലേജ് വരുന്നുണ്ട്. ലെവൽ മൈലേജ്. ഡീസൽ വരുന്നത്. ഡീസൽ വരുന്നത്. ഇതിന്റെ ചോദിക്കുന്ന റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 7,10 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ കൊടുക്കാം. 7,10 ആസ്കിംഗ് പ്രൈസ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഫുൾ ലോണും കയറുന്നതാണ്. ഫുൾ ലോൺ കയറും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി ഒരു ഇന്നോവയുടെ ക്രിസ്റ്റയാണ്. ക്രിസ്റ്റയുടെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2017 മോഡല്. 2017 മോഡൽ. G4 ഓപ്ഷൻ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി. കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയും കൂടെ കേട്ടോ. പക്ക കേരള വണ്ടിയാണ്. പക്ക കേരള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയും കൂടെയാണ്. പക്ക നീറ്റായ വണ്ടിയാണ്. നല്ല ഫിനിഷിംഗിലുള്ള വണ്ടിയാണ്. നല്ല ഫിനിഷിംഗുള്ള വണ്ടിയാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് വണ്ടി ഓട്ടം 98,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. ഒന്നിന് താഴെ ഓട്ടം വരുന്നത്. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങൾ ഓട്ടം കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഷോറൂം വണ്ടിയാണ്. ഓക്കെ, വണ്ടി എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമ്മൾ 13,60 നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത്. 13,60 അല്ലേ? 13,60,000 നമ്മൾ കേരള വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. G4 സെറ്റിക്ക് കൺവേർട്ട് ചെയ്താണ്. എന്തെങ്കിലും നമുക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷോറൂം കാർ 6 അല്ലേ? ഇവിടുത്തെ വണ്ടികൾ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു. ഡീറ്റെയിൽസ് കണ്ടില്ല. നമുക്ക് ഇനി കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഷോറൂമിന്റെ നമ്പർ നമുക്ക് വീടിന് താഴെ കൊടുക്കാം. നേരിട്ട് സംസാരിച്ചിട്ട് വണ്ടി കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? നമ്മൾ കോട്ടക്ക പുത്തൂര് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. പുത്തൂരിന്ന് മലപ്പുറം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കാർ 6 എന്നാണ് ഈ ഒരു ഷോറൂമിന്റെ പേര്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.